നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് സംയുക്ത കർഷക സമിതി നേതൃത്വത്തിൽ മാർച്ച് 11-ന് മൂന്നാർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പോസ്റ്റ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് സംസ്ഥാനത്തെ വീണ്ടും റേഷൻ വിതരണം മുടങ്ങി. ഏതാനും ദിവസങ്ങളായി സംസ്ഥാനത്ത് റേഷൻ വിതരണം തകരാറിലാണ്. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിനെ AICC പ്രഖ്യാപിച്ചു. ഒരിക്കൽ കൂടി തന്നെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്ത പാർട്ടി നേതൃത്വത്തിന് നന്ദി അറിയിക്കുന്നതായി അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തൊടുപുഴ മുനിസിപ്പാലിറ്റി 13-ാം വാർഡ് കൗൺസിലർ സിജി റഷീദിനെതിരെ കോൺഗ്രസ് നടത്തുന്ന വ്യക്തിഹത്യയ്ക്കും അപവാദ പ്രചരണങ്ങൾക്കുമെതിരെ LDF നേതൃത്വത്തിൽ പട്ടയംകവലിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. LDF നിയോജക മണ്ഡലം ചെയർമാൻ VR പ്രമോദ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മാധ്യമപ്രവർത്തകനായിരുന്ന KP ഗോപിനാഥന്റെ 16ാമത് അനുസ്മരണവും അവാർഡ് ദാനവും 11-ന് പ്രസ് ക്ലബ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് സംയുക്ത കർഷക സമിതി നേതൃത്വത്തിൽ മാർച്ച് 11-ന് മൂന്നാർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 11-ന് ആരംഭിക്കുന്ന മാർച്ച് MM മണി MLA ഉദ്ഘാടനം ചെയ്യും. മനുഷ്യന്റെ ജീവനും സ്വത്തിനും അപകടം വരുത്തുകയും കൃഷിവിളകൾ നശിപ്പിക്കുകയും ചെയ്യുന്ന വന്യജീവി ആക്രമണത്തെ തടഞ്ഞു നിർത്തുന്നതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംയുക്ത കർഷക സമിതി 11-ന് കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ മൂന്നാർ പോസ്റ്റ് ഓഫീസിലേക്ക് നടക്കുന്ന പ്രതിഷേധം MM മണി MLA ഉദ്ഘാടനം ചെയ്യും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സംയുക്ത കർഷക സമിതിയിലെ സംഘടനകൾ ചേർന്ന് മലയോര മേഖലകളിൽ ആകെ ശക്തമായ പ്രക്ഷോഭണം സംഘടിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇടുക്കി ജില്ലയിൽ മൂന്നാറിൽ പോസ്റ്റ് ഓഫീസിന് മുമ്പിലേക്ക് ഒരു മാർച്ചും ധർണയും സംഘടിപ്പിക്കാനാണ് ഞങ്ങളിവിടെ സംയുക്ത സമിതി തീരുമാനിച്ചത്. ദേവികുളം താലൂക്കിൻ്റെ ഏതാണ്ട് ആസ്ഥാനവും പടയപ്പയുടെ ആസ്ഥാനവുമെല്ലാമാണ് മൂന്നാർ. ദേവികുളം താലൂക്കിലാണ് നമ്മുടെ ജില്ലയിൽ 2024-ൽ 5 ആളുകൾ വധിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് അവിടെ ആ കേന്ദ്രമായി എടുത്തിട്ടുള്ളത്. അവിടെ നടക്കുന്ന മാർച്ച് സഹാബ് MM മണി MLA ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രത്തിന് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട് 650 കോടി രൂപയുടെ പദ്ധതി 2 വർഷം മുമ്പേ സമർപ്പിച്ചതാണ്. ആ പദ്ധതി അംഗീകരിച്ച് നടപ്പാക്കാൻ തയ്യാറാകുന്നില്ല എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം വന്യജീവി ആക്രമണത്തിൽ നിന്ന് ഒരു തരത്തിലും കേരളം രക്ഷപ്പെടാൻ പാടില്ല എന്ന ഒരു മനോഭാവത്തിൽ ഉള്ളതാണ്. മറ്റു കാര്യങ്ങളിലെല്ലാം കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന സമീപനം ഇവിടെ ഇരിക്കുകയാണ്. വിവിധ സംഘടനകളിലെ പ്രമുഖ നേതാക്കൾ മാർച്ചിലും ധർണയിലും പങ്കെടുക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കുര്യച്ചൻ പൊന്നാമറ്റം, PP ചന്ദ്രൻ, മാത്യു വർഗീസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇളന്തേശം ബ്ലോക്കിൽ സമ്മതിദാന ബോധവൽക്കരണ സെമിനാർ നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ അജയ് AJ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ താലൂക്ക് ഇലക്ഷൻ വിങ്ങിൽ നിന്നുള്ള മാസ്റ്റർ ട്രെയിനർ റീനാമോൾ PP ക്ലാസിന് നേതൃത്വം നൽകി. 7 പഞ്ചായത്തുകളിൽ നിന്നായി 140ഓളം അംഗൻവാടി ജീവനക്കാർ സെമിനാറിൽ പങ്കാളികളായി. ഭാരത സർക്കാർ നെഹ്റു യുവകേന്ദ്ര രാജ്യവ്യാപകമായി ബ്ലോക്ക് തലത്തിൽ നടത്തിവരുന്ന സമ്മതിദാന ബോധവൽക്കരണ പ്രചരണ പരിപാടിയുടെ ഭാഗമായി ഇളന്തേശം ബ്ലോക്കിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ഇടുക്കി നെഹ്റു യുവകേന്ദ്ര, ജില്ലാ യൂത്ത് ക്ലബ്ബ് എന്നിവ ചേർന്ന് ഇളന്തേശം ICDS പ്രോജക്ടിന്റെ സഹകരണത്തോടെ ആലക്കോടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് സെമിനാർ നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ വോട്ടവകാശമാണ്. നമ്മളെ ആര് ഭരിക്കണം, നമ്മൾക്ക്
ആരാൾ ഭരിക്കപ്പെടണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളിൽ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് വോട്ടവകാശം ആരും നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ മൗലികമായ അവകാശമാണ്. നമുക്കറിയാം സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇവിടെ ഒരു സ്വാതന്ത്ര്യമില്ല, ഒരു രാജാവ് ഭരിക്കുന്നു, അതിൻ്റെ എങ്ങനെയാണോ അതനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇന്നല്ല, നമുക്ക് എല്ലാ കാര്യത്തിലും സ്വാതന്ത്ര്യമായി. അതുപോലെ നമ്മളെ ഭരിക്കുവാനുള്ള ആളെ നിശ്ചയിക്കേണ്ട അവകാശവും നമുക്ക് തന്നെയാണ്. ഏറ്റവും നല്ല രീതിയിൽ ഈ ക്ലാസ് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങൾ പോയി ഇതിൽ ഒരുപാട് പേര് BLOമാരുണ്ട്, അത് ജനങ്ങളിൽ എത്തിക്കുക. അതാണ് നിങ്ങളുടെ ചുമതല. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ അജയ് AJ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CDPO ജാനറ്റ് M. സേവ്യർ, ജയരാജ് M. നായർ എന്നിവർ പ്രസംഗിച്ചു. തൊടുപുഴ താലൂക്ക് ഇലക്ഷൻ വിംഗിൽ നിന്നുള്ള മാസ്റ്റർ ട്രെയിനർ റീനാമോൾ PP ക്ലാസിന് നേതൃത്വം നൽകി. 7 പഞ്ചായത്തുകളിൽ നിന്നായി 140ഓളം അംഗൻവാടി ജീവനക്കാർ സെമിനാറിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, ഇളന്തേശം. പോസ്റ്റ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് സംസ്ഥാനത്ത് വീണ്ടും റേഷൻ വിതരണം മുടങ്ങി. ഏതാനും ദിവസങ്ങളായി സംസ്ഥാനത്ത് റേഷൻ വിതരണം തകരാറിലാണ്. റേഷൻ കാർഡ് ഉടമകളും റേഷൻ വ്യാപാരികളും ഇതുമൂലം ദുരിതത്തിലാണെന്ന് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോർജ് അറക്കൽ, താലൂക്ക് പ്രസിഡന്റ് തോമസ് വർക്കി, താലൂക്ക് സെക്രട്ടറി ML ഡൊമിനിക് എന്നിവർ പറഞ്ഞു. ഇന്ന് റേഷൻ വ്യാപാര മേഖല വളരെയേറെ പ്രതിസന്ധികളിലെ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ മസ്റ്ററിങ്ങും റേഷൻ വിതരണവും ഒന്നിച്ച് നടക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് കേന്ദ്ര ഗവൺമെൻറ് ഈ മസ്റ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. എല്ലാ സംസ്ഥാനത്തും ഈ മസ്റ്ററിങ് നടത്തിക്കഴിഞ്ഞു. കേരളത്തിൽ മാത്രം ഇത് ഈ അവസാന നിമിഷത്തിൽ ഈ മസ്റ്ററിങ് നടത്തണമെന്നുള്ളൊരു പ്രഖ്യാപനം വന്നതോടുകൂടി, അതായത് മാർച്ച് 30-ന് മുമ്പ് ഈ അവസാന നിമിഷത്തിൽ ഈ മസ്റ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് റേഷൻ വിതരണവും മസ്റ്ററിങ്ങും ഒന്നിച്ച് നടക്കാൻ പാടില്ലാത്തൊരവസ്ഥയിലാണ് ഇന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മസ്റ്ററിങ്ങും റേഷൻ വിതരണവും ഒന്നിച്ച് നടക്കുമ്പോൾ സെർവറുമായിട്ടുള്ള വിഷയം, റേഷൻ വിതരണം നടക്കാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. അതായത് നെറ്റ് ഇല്ലാതെ വരുന്നൊരവസരം. ഇതുവരെ ആ സെർവറുമായിട്ടുള്ള വിഷയങ്ങൾ നന്നാക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ വിഷയങ്ങൾ തീർക്കാൻ വേണ്ടി ഇതുവരെ സർക്കാർ ഇടപെട്ടില്ലെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇങ്ങനെ പോയാൽ റേഷൻ വിതരണം നടക്കാത്തൊരവസ്ഥ വരും. സർക്കാർ അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടണം. ഇല്ലെങ്കിൽ ഞങ്ങൾ സംസ്ഥാന വ്യാപകമായിട്ട് കടകൾ അടച്ചിട്ടുകൊണ്ട് ഞങ്ങൾ സമരം പ്രഖ്യാപിക്കും എന്ന് ഞാൻ ഈ കാര്യത്തിൽ പറയുകയാണ്. പോസ്റ്റ് മെഷീൻ ജാമാവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തൊടുപുഴ താലൂക്കിലെ മൊത്തം കടകളും ജാമായി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ OTPയോ മറ്റു കാര്യങ്ങളോ ഒന്നും നടക്കാത്തതുകൊണ്ട്, വിതരണം നടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുകൊണ്ട് ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അനിശ്ചിതകാല സമരവുമായിട്ട് AKRDA മുന്നോട്ട് പോവുകയെന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ്. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ അറക്കുളത്ത് വിജ്ഞാന വികസന സദസ്സും വനിതാ ദിനാചരണവും നടത്തി. ലൈബ്രറി കൗൺസിൽ താലൂക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ലിസിയമ്മ മാണി ഉദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീകൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ, പ്രതിവിധി എന്നിവയെക്കുറിച്ചും ശാസ്ത്രീയ സംഘങ്ങൾ വഴി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനെ പറ്റിയും ക്ലാസുകൾ ഉണ്ടായിരുന്നു. പുതിയ തലമുറയെ വായനാ ലോകത്തേക്കും വിജ്ഞാന സമൂഹത്തിലേക്കും എത്തിക്കുവാനായി പ്രവർത്തിക്കുന്ന പ്രധാന കേന്ദ്രമായ ഗ്രന്ഥശാലകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനായി ലോക വനിതാ ദിനത്തിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ അറക്കുളത്ത് വിജ്ഞാന വികസന സദസ്സും വനിതാ ദിനാചരണവും നടത്തി. ലൈബ്രറി കൗൺസിൽ താലൂക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ലിസിയമ്മ മാണി ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ, എല്ലാ വീടുകളിലും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുള്ള മക്കളുണ്ട്, ഭിന്നശേഷിയുള്ള മക്കളുണ്ട്. അങ്ങനെയുള്ള കാരണവന്മാരെ കണ്ടുപിടിച്ച് നമ്മൾ അവരെ എന്താ പറയുന്ന ഒരു 23 വയസ്സ് വരെ ആ പിള്ളേർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ രൂപത ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ മെസ്സേജുകളൊക്കെ പലർക്കും ഇട്ട് തരാറുണ്ട്. അപ്പം ആ മെസ്സേജുകളൊക്കെ കണ്ട് കുറേ പേരൊക്കെ എന്നെ വിളിക്കുകയും അങ്ങനെ വിളിക്കുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. പിന്നെ ആദ്യമേ ഇങ്ങ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഓരോരുത്തരോട് ഓരോന്ന് പറയുമ്പോൾ ആരെങ്കിലും നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ഏറ്റവും ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ ആരും ആ ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി ആരും എടുക്കുകയില്ല. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ചേച്ചി വന്നിട്ട് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ ആ കുത്തിത്തിരിപ്പിൻ്റെ പുറകെ പോവാണ് എല്ലാവരും. കാരണം അതിനകത്ത് നന്മയും തിന്മയും എടുത്ത് വെക്കുന്നില്ല നമ്മൾ. അപ്പം നമ്മൾ എല്ലാവരും എന്താ പറയുന്നത്,
ഈ ഗ്രൂപ്പുകളുടെ പ്രവർത്തനത്തിലേക്ക് ഞാൻ ആരെയും SHG ഗ്രൂപ്പിനകത്ത് ചേർക്കാനോ ഒന്നും വന്നതല്ല. ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളല്ല. മെമ്പർ എന്നെ ഇവിടെ ഒന്ന് വരണം. കാരണം കുറേ നാളുകളായിട്ട് എന്നെ ഓരോ പരിപാടിക്കും വിളിക്കുമ്പോഴെല്ലാം ഞാൻ വരാതെന്ന് പറഞ്ഞാൽ എനിക്ക് സമയമില്ല. കാരണം എല്ലാ പള്ളികളുടെയും കണക്കുകൾ നോട്ടം ഗ്രൂപ്പുകളുണ്ട്. ഇപ്പം മൂലാറ്റ കൊറോനായിൽ തന്നെ ഏകദേശം 48 ഗ്രൂപ്പുണ്ട്. അപ്പം മൂലാറ്റ കൊറോന എന്ന് പറയുമ്പോൾ വെള്ളിയാമറ്റം മുതൽ ഇവിടെ കുളമാവ് വരെയുള്ള എല്ലാ പള്ളികളിലും ഞാൻ പോകുന്നുണ്ട് മാസത്തിൽ. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ തുടങ്ങനാട് മേഖലയിലുള്ള മേൽകാവുമറ്റം തൊട്ട് മറ്റത്തിപ്പാറ ആ പ്രദേശം മൊത്തം. അപ്പോൾ ആ ഒരു കണക്കുകാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് പോകുന്നു. ഇപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബശ്രീയിലൊക്കെ ലിസേജിയൊക്കെ വർഷങ്ങളായിട്ട് ഗ്രൂപ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞ് പെട്ടെന്ന് മാറിയ ആൾക്കാരൊക്കെയാണ്. ഇപ്പോൾ അവിടുന്ന് ആശ്രമത്തിലൊക്കെ ഇങ്ങനെ പോകുന്നു കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പെല്ലാം നിർത്തി ഇപ്പോൾ ഈ പ്രദേശത്തോടൊക്കെ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അതിനെ ഇവിടെ ഇപ്പം ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കുന്ന ഒരു ക്ലാസ്സാണ് ഞാനിപ്പം ക്യാൻസർ രോഗത്തെ പറ്റി ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. അറക്കുളം ജയ്ഹിന്ദ് ലൈബ്രറി വനിതാവേദി വൈസ് പ്രസിഡന്റ് ബിജി വേലുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസർ, അസ്ഥി തേയ്മാനം, ഗർഭാശയ രോഗങ്ങൾ ഉൾപ്പെടെ വിവിധ അസുഖങ്ങൾ, പ്രതിവിധി എന്നിവയെക്കുറിച്ച് ആരോഗ്യവകുപ്പിൽ നിന്നുള്ള മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർമാരായ ജിലു ജോബിയും ട്രീസ കുര്യനും സ്വാശ്രയ സംഘങ്ങൾ വഴി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനെപ്പറ്റി മൂലമറ്റം തുടങ്ങനാട് ഫൊറോനകളുടെ വനിതാ സംഘങ്ങളുടെ കോർഡിനേറ്ററും പാലാ സർവീസ് സൊസൈറ്റി ഭാരവാഹിയുമായ ജിഷ സാബുവും ക്ലാസ് നയിച്ചു. മുൻ പഞ്ചായത്ത് മെമ്പർ രമ രാജീവ്, ജയ്ഹിന്ദ് ലൈബ്രറി വനിതാവേദി പ്രസിഡന്റ് ലിസി ജോസ്, സെക്രട്ടറി PV സൗമ്യ, ഭാരവാഹികളായ സിന്ധു ബിറ്റാജ്, അനിത സജി, ഗായത്രി വിനോദ്, വനിതാ ട്രേഡ് യൂണിയൻ നേതാവ് പ്രിയ സൂര്യ, കുടുംബശ്രീ പ്രവർത്തകരായ ഇന്ദുജ സിജു, കാർത്തിയായനി മോഹൻ, ആശാ വർക്കർ ബിനീജ മോഹൻ, ലൈബ്രറിയൻ ആര്യ മിനു, കീർത്തി ചന്ദ്രത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിനെ AICC പ്രഖ്യാപിച്ചു. ഒരിക്കൽ കൂടി തന്നെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്ത പാർട്ടി നേതൃത്വത്തിന് നന്ദി അറിയിക്കുന്നതായി അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇടതുപക്ഷ ഭരണത്തിന്റെ കീഴിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം കാണുന്നതിനായി ഭരണമാറ്റം ആവശ്യമാണെന്നും പാർട്ടിയുടെ വിശ്വാസം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഇടുക്കിയിലെ വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. UDF മുന്നോട്ട് വയ്ക്കുന്ന ശരിയായ രാഷ്ട്രീയത്തിനൊപ്പമാണ് ഇടുക്കി ജനതയുടെ മനസ്സെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതിൽ നേതൃത്വത്തോട് നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 8 വർഷമായി ഇടുക്കിയിലെ ജനങ്ങളെ തുടർച്ചയായി ദ്രോഹിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ജനവിധിയായി ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരിക്കൽ കൂടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പാർട്ടി നേതൃത്വം എന്നെ തീരുമാനിച്ചതിൽ പാർട്ടി നേതൃത്വത്തോടും മുന്നണി നേതൃത്വത്തോടുമുള്ള അഗേതവുമായ നന്ദി ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. അതോടൊപ്പം പാർട്ടി മുന്നണി എന്നിൽ അർപ്പിച്ച വിശ്വാസം 100% കാത്തുസൂക്ഷിച്ചുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഈ നാടിൻ്റെ പൊതുപ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നതിന് വേണ്ടിയും മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും ഈ അവസരത്തിൽ വാക്ക് നൽകുന്നു. തെരഞ്ഞെടുപ്പുകൾക്കപ്പുറത്ത് ഇടുക്കിയിലെ ജനങ്ങളുടെ പൊതുവികാരമനുസരിച്ച് എന്നും നിലപാട് സ്വീകരിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് ഐക്യജനാധിപത്യം. ജില്ലയുടെ ഈ മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങളാണെങ്കിലും ജനകീയ വിഷയങ്ങളാണെങ്കിലും എന്നും എപ്പോഴും ജനപക്ഷ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് UDF ആണ്. ആ UDFൻ്റെ ശരിയായ രാഷ്ട്രീയത്തിനോടൊപ്പമാണ് ഇടുക്കി ജനത എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്ന സത്യമാണ്. അപ്പോൾ UDF ഉയർത്തിപ്പിടിക്കുന്ന ആ ജനപക്ഷ നിലപാടിനോടൊപ്പം അടിയുറച്ചുകൊണ്ട് ഞാനെന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നിന്നപ്പോഴാണ് വലിയ നേട്ടമുണ്ടായത്.
അതേ നിലയിൽ തന്നെ 2024 ഈ തെരഞ്ഞെടുപ്പിലും നല്ല ഭൂരിപക്ഷത്തോടുകൂടി തന്നെ കഴിഞ്ഞ ഭൂരിപക്ഷം നിലനിർത്തിക്കൊണ്ട് അതിനേക്കാൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ഈ നാടിൻ്റെ വികസന പ്രശ്നങ്ങൾ, ജനകീയ വിഷയങ്ങൾ ഏറ്റവും കൃത്യമായ ഇടപെടൽ നടത്തി എന്ന ആത്മവിശ്വാസത്തോടു കൂടി തന്നെ എനിക്ക് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ. വികസന കാര്യങ്ങളിൽ നിരവധിയായ പദ്ധതികൾ, ഞാൻ സമയം അതിലേക്ക് മാറ്റുന്നില്ല, നിരവധിയായ വികസന പദ്ധതികൾ, അത് ദേശീയപാതയുടെ വികസന കാര്യങ്ങളാണെങ്കിലും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നിരവധിയായിട്ടുണ്ട്. ജില്ലയിൽ തന്നെ ESI 100 ബെഡ് ആശുപത്രി നമുക്കത് അനുവദിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞതുൾപ്പെടെ തൊടുപുഴയിൽ കേന്ദ്രീയ വിദ്യാലയത്തിന് അനുമതി നേടിയെടുക്കുന്ന ഘട്ടം വരെ എത്തി നിൽക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നുവേണ്ട നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾ കേന്ദ്രാവിഷ്കൃതമായി നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ള പദ്ധതികൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിക്കാൻ കഴിയും. ജില്ലയുടെ പ്രാദേശിക വിഷയങ്ങളും ജില്ലയുടെ ആവശ്യങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കുവാനും അതിലേറെയും നേടിയെടുക്കുവാനും സാധിച്ചതായി MP പറഞ്ഞു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ, DCC പ്രസിഡന്റ് CP മാത്യു, മുൻ DCC പ്രസിഡന്റ് ജോയി തോമസ്, ബ്ലോക്ക് പ്രസിഡന്റ് PG ആവിര എന്നിവർ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിനൊപ്പം പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ മുനിസിപ്പാലിറ്റി 13-ാം വാർഡ് കൗൺസിലർ സിജി റഷീദിനെതിരെ കോൺഗ്രസ് നടത്തുന്ന വ്യക്തിഹത്യയ്ക്കും അപവാദ പ്രവർത്തനങ്ങൾക്കുമെതിരെ LDFന്റെ നേതൃത്വത്തിൽ പട്ടയംകവലി പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. LDF നിയോജക മണ്ഡലം ചെയർമാൻ VR പ്രമോദ് യോഗം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മുനിസിപ്പാലിറ്റി 13-ാം വാർഡ് കൗൺസിലർ സിജി റഷീദിനെതിരെ കോൺഗ്രസ് നടത്തുന്ന അപവാദ പ്രചാരണവും വ്യക്തിഹത്യയും കോൺഗ്രസിന്റെ രാഷ്ട്രീയ അപജയമാണെന്നും ജനങ്ങൾ അത് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുമെന്നും LDF നിയോജക മണ്ഡലം ചെയർമാൻ VR പ്രമോദ്. കൗൺസിലർ സിജി റഷീദിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പട്ടയംകവലയിൽ LDF നടത്തിയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ചൊരു വനിത കൂടിയായ 3 മക്കളുടെ അമ്മ കൂടിയായ ഒരു സ്ത്രീയെ ഒരു പൊതുവേദിയിൽ വെച്ച് അപമാനിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേരുന്നു എന്ന ഗതികേടാണ് ഇന്ന് കോൺഗ്രസിനുള്ളത്. അമൃത കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏതാണോ നിയമം, ആ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സ്വന്തം വാർഡിലെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു കൗൺസിലറാണ് സിജി റഷീദ്. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ ആ നിയമം പാലിക്കാതെ ഒരാൾ ആവശ്യവുമായി വന്നാൽ ചിലപ്പോൾ നടപ്പിലാക്കാൻ കഴിയാതെ വരാം. അതിൽ രാഷ്ട്രീയമായ എതിർപ്പുകൾ ഉണ്ടായെന്ന് വരാം. പക്ഷേ രാഷ്ട്രീയമായ എതിർപ്പുകളെ രാഷ്ട്രീയ നിലപാടുകളിലൂടെ എതിർക്കേണ്ടതിന് പകരം പൊതുവേദിയിൽ മൈക്ക് വെച്ച് കെട്ടി വ്യക്തിപരമായി അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ നേതൃത്വം, പ്രത്യേകിച്ച് തൊടുപുഴയിലെ ഇന്ന് നമ്മുടെ കൗൺസിലിരിക്കുന്ന ചില കൗൺസിലർമാർ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്, ആ കോൺഗ്രസിന് ഇങ്ങനെ ആകാൻ കഴിയുകയുള്ളൂ. വിശദീകരണ യോഗത്തിന് മുന്നോടിയായി പട്ടയംകവലയിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ വാർഡിലെ 100 കണക്കിന് ആളുകൾ അണിനിരന്നു. നഗരസഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സ്വകാര്യ വ്യക്തിയുടെ സ്വാർത്ഥ താൽപര്യത്തിനനുസരിച്ച് വാട്ടർ കണക്ഷൻ നൽകാൻ കൂട്ടുനിൽക്കാത്തതാണ് തന്നെ ശത്രുക്കളുടെ കണ്ണിലെ കരടാക്കിയതെന്നും തനിക്ക് പിന്തുണയുമായി ഇവിടെ കൂടിയിരിക്കുന്ന ഇത്രയും ജനങ്ങൾ തന്റെ സത്യസന്ധതയ്ക്കുള്ള അംഗീകാരമാണെന്നും പ്രതിഷേധ യോഗത്തിന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് കൗൺസിലർ സിജി വ്യക്തമാക്കി. CPM മുതലക്കോടം ലോക്കൽ സെക്രട്ടറി BB ജമാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ MS ശരത്, ഫാത്തിമ അസീസ്, റോഷൻ സർഗം, R ഹരി, സബീന ബിജു, PT ജോയ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
മണക്കാട് ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് കുടുംബശ്രീ ADS നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ ഷൈമി സലി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജീന അനിൽ മുഖ്യപ്രഭാഷണം നടത്തി. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വനിതകളെ ആദരിച്ചു. മണക്കാട് ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് കുടുംബശ്രീ ADSന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു. ADS ചെയർപേഴ്സൺ ഷൈമി സലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ M മധു സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വനിതകളെ ആദരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജീന അനിൽ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് മെമ്പർ ജയൻ, ADS വൈസ് ചെയർപേഴ്സൺ TK ജയ, പാലിയേറ്റീവ് പ്രവർത്തക ഷീജ, സാഹിത്യകാരി സിന്ധുല എന്നിവർ ആശംസകൾ നേർന്നു. യോഗത്തിൽ രാധിക സ്വാഗതവും നളിനി ടീച്ചർ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, മണക്കാട്. ഇടുക്കി പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മാധ്യമപ്രവർത്തകനായിരുന്ന KP ഗോപിനാഥിന്റെ 16ാമത് അനുസ്മരണവും അവാർഡ് ദാനവും 11-ന് പ്രസ് ക്ലബ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. KP ഗോപിനാഥിന്റെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന 2024 മാധ്യമ പുരസ്കാരത്തിന് മലയാള മനോരമ മലപ്പുറം യൂണിറ്റ് സീനിയർ സബ് എഡിറ്റർ T അജീഷ് അർഹനായി. 2023 നവംബറിൽ മനോരമ സൺഡേ സപ്ലിമെന്റിൽ പ്രസിദ്ധീകരിച്ച ആനയും ഷപ്നയും ഒരു സ്നേഹച്ചങ്ങല എന്ന ഫീച്ചറിനാണ് അവാർഡ്. ഇടുക്കി പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മാധ്യമപ്രവർത്തകനായിരുന്ന KP ഗോപിനാഥിന്റെ 16ാമത് അനുസ്മരണവും അവാർഡ് ദാനവും 11-ന് പ്രസ് ക്ലബ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KP ഗോപിനാഥിന്റെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന 2024 മാധ്യമ പുരസ്കാരത്തിന് മലയാള മനോരമ മലപ്പുറം യൂണിറ്റ് സീനിയർ സബ് എഡിറ്റർ T അജീഷ് അർഹനായി. 2023 നവംബറിൽ മനോരമ സൺഡേ സപ്ലിമെന്റിൽ പ്രസിദ്ധീകരിച്ച ആനയും ഷപ്നയും ഒരു സ്നേഹച്ചെങ്കല എന്ന ഫീച്ചറിനാണ് അവാർഡ്. രാവിലെ 11:30 ചേരുന്ന സമ്മേളനത്തിൽ പോലീസ് മുൻ IG S ഗോപിനാഥ് IPS അനുസ്മരണ പ്രഭാഷണവും അവാർഡ് ദാനവും നിർവഹിക്കും. 10,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് അവാർഡ്. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP യോഗം ഉദ്ഘാടനം ചെയ്യും. മാർച്ച് 11-ാം തീയതി തിങ്കളാഴ്ചയാണ് KP ഗോപിനാഥ് അനുസ്മരണ സമ്മേളനം പ്രസ് ക്ലബിൻ്റെ നടത്തുന്നത്. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഡീൻ കുര്യാക്കോസ് MP ആണ്. അവാർഡ് ദാനവും അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് മുൻ പോലീസ് IG S ഗോപിനാഥ് അവர்களാണ്. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്താണ്. അദ്ദേഹം കൃത്യസമയത്ത് എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ KP ഗോപിനാഥ് പുരസ്കാരത്തിന് അർഹനായത് മലപ്പുറത്ത് മലയാള മനോരമയുടെ ചീഫ് സബ് എഡിറ്ററായിട്ട് പ്രവർത്തിക്കുന്ന T അജീഷാണ്. അദ്ദേഹത്തിൻ്റെ ആനയും ഷപ്നയും ഒരു സ്നേഹച്ചങ്ങല എന്ന ലേഖനത്തിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. 10,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. തിങ്കളാഴ്ച KP ഗോപിനാഥ് അനുസ്മരണ ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തിന് അവാർഡ് സമ്മാനിക്കുന്നതാണ്. ഈ വർഷം നമുക്ക് മൊത്തം 24 എൻട്രികളാണ് ലഭിച്ചത്. അതിൽ ഏറ്റവും മികച്ച എൻട്രി ആയിട്ട് നമ്മുടെ ജഡ്ജിങ് കമ്മിറ്റി തിരഞ്ഞെടുത്തതാണ് ആനയും ഷപ്നയും ഒരു സ്നേഹച്ചങ്ങല എന്ന ഫീച്ചർ. മലയാള മനോരമ മലപ്പുറം യൂണിറ്റിൽ ചീഫ് സബ് എഡിറ്ററാണ് T അജീഷ്. പത്രപ്രവർത്തനത്തിന് പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ദേശീയ പുരസ്കാരം 2 തവണ ലഭിച്ചിട്ടുണ്ട്. മികച്ച ഫീച്ചറിന് മുംബൈ ലാഡ്മി മീഡിയ പുരസ്കാരം, കേരള മീഡിയ അക്കാദമിയുടെ NN സത്യവ്രതൻ പുരസ്കാരം, സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഹരിതമുദ്ര അവാർഡ്, കൊച്ചിൻ രാജ്യാന്തര പുസ്തകോത്സവ സമിതിയുടെ ലീല മേനോൻ പുരസ്കാരം, കണ്ണൂർ സാന്ത്വനം ട്രസ്റ്റിന്റെ നെടുങ്ങാടി പുരസ്കാരം, കേരള മീഡിയ അക്കാദമിയുടെ ഫെലോഷിപ്പ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. മലപ്പുറം ചേലേമ്പ്ര പുല്ലിപ്പറമ്പ് തേനേരി ഗോപാലൻ തങ്കം ദമ്പതികളുടെ മകനാണ്. കോഴിക്കോട് ഫറൂഖ് നല്ലൂർ ഈസ്റ്റ് UP സ്കൂൾ അധ്യാപിക C നമിതയാണ് ഭാര്യ. വിദ്യാർത്ഥികളായ T അനൈന, T അലൈന എന്നിവരാണ് മക്കൾ. ദീപിക മുൻ അസോസിയേറ്റ് എഡിറ്റർ TC മാത്യു, ദേശാഭിമാനി മുൻ ന്യൂസ് എഡിറ്റർ R സാമ്പൻ, മാതൃഭൂമി മുൻ ഡെപ്യൂട്ടി എഡിറ്റർ T അരുൺകുമാർ എന്നിവരടങ്ങുന്ന അവാർഡ് നിർണയ കമ്മിറ്റിയാണ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. വാർത്താ സമ്മേളനത്തിൽ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ജെയ്സ് വാട്ടപ്പിള്ളിൽ, വൈസ് പ്രസിഡന്റുമാരായ M ബിലീന, അഫ്സൽ ഇബ്രാഹിം, ജോയിന്റ് സെക്രട്ടറി PK ലത്തീഫ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ മുനിസിപ്പാലിറ്റി 22-ാം വാർഡ് കൗൺസിലർ ജിതേഷ് ഇഞ്ചക്കാട്ടിന്റെ നേതൃത്വത്തിൽ പുനർനിർമ്മാണം നടത്തിയ എവർഷൈൻ ലൈനിന്റെ ഉദ്ഘാടനം ഫ്രണ്ട്സ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ലതികാമ S നിർവഹിച്ചു. ചടങ്ങിൽ കൗൺസിലർ ജിതേഷ് ഇഞ്ചക്കാട്ടിനെ ജേക്കബ് നടുവിലേടം പൊന്നാട് അണിയിച്ച് ആദരിച്ചു.
പുനർനിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ജോജി ജോർജ് ചെമ്പരത്തി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജോസ് ആലപ്പാട്ട് സ്വാഗതം പറഞ്ഞു. മുൻ കൗൺസിലർ വിജയകുമാരി, പ്രീത പ്രദീപ്, ജയ രാധാകൃഷ്ണൻ എന്നിവർ ആശംസ നേർന്നു. ഈ ഫ്രണ്ട്സ് റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും ഈ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ലളിതാമ്മ ചേച്ചിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവർക്കും, പ്രസിഡൻറ്റിന്, മുൻ സെക്രട്ടറിക്ക് എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇത് സാധിക്കാൻ പരിശ്രമിച്ച ഈ 2 കൗൺസിലേഴ്സിനും എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. ഒപ്പം എല്ലാ ആശംസകളും അവർക്കും അറിയിക്കുന്നു. പ്രത്യേകിച്ചും ഇതിൽ ഈ റോഡ് ഉപയോഗിക്കാൻ പോകുന്ന എല്ലാവർക്കും എല്ലാ ആശംസകളും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയ വിദേശത്തിന് അങ്ങേയറ്റം അഭിനന്ദനം തരുന്നു. അതോടൊപ്പം ഈ റോഡ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ റോഡുകൾ പണിത് കഴിഞ്ഞാൽ ഇത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മുനിസിപ്പാലിറ്റി കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ അത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒന്നെങ്കിലും അല്ലെങ്കിൽ ഒരു 15 ദിവസത്തിൽ ഒന്നെങ്കിലും ഒന്ന് അടിച്ചുവാരി കത്തിച്ച് കളയുവാണെങ്കിൽ മാത്രമാണ് ഈ ചെറിയ റോഡുകൾ നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് പോകും, സൈഡിലൊക്കെ വെള്ളം കെട്ടിക്കിടന്ന് ചീഞ്ഞൊക്കെ. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദേശീയതല അബാക്കസ് മത്സരങ്ങളിൽ ചരിത്ര നേട്ടം കരസ്ഥമാക്കി തൊടുപുഴ ജ്യോതി സൂപ്പർ ബസാറിൽ പ്രവർത്തിക്കുന്ന SMA അബാക്കസ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്ത കോമ്പറ്റീഷനിലാണ് SMA അബാക്കസിലെ 7 കുട്ടികൾ മികച്ച നേട്ടം സ്വന്തമാക്കിയത്. ഫാദർ കുര്യൻ പുത്തമ്പുര CMIയുടെ അധ്യക്ഷതയിൽ കൂടി യോഗത്തിൽ ഇവർക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു. എറണാകുളത്ത് വെച്ച് നടന്ന ദേശീയതല അബാക്കസ് മത്സരങ്ങളിൽ ഉന്നത വിജയം നേടി തൊടുപുഴ ജ്യോതി സൂപ്പർ ബസാറിൽ പ്രവർത്തിക്കുന്ന SMA അബാക്കസ് നിയ മരിയ ജേക്കബ് 1ാം റാങ്കും, ജിയോ മാത്യു ടോണി, അനാമിക ജി നായർ 3ാം റാങ്കും കരസ്ഥമാക്കി. ശ്രീഹരി സുനിൽ, കൃഷ്ണദേവ് അനൂപ് എന്നിവർ ടോപ്പ് 5-ലും, കാതറിൻ മോണിക്ക ഗ്രേസി ടോപ്പ് 10-ലും, അരുൺ സച്ചിൻ ടോപ്പ് 20-ലും എത്തി. ഇവർക്കുള്ള പുരസ്കാരങ്ങൾ ഫാദർ കുര്യൻ പുത്തൻപുര CMIയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വിതരണം ചെയ്തു. ഈ അബാക്കസിന്റെ കോച്ചിങ് എടുത്തിട്ടുള്ള കുട്ടി വിദ്യാഭ്യാസം രംഗത്ത് പ്രവർത്തിക്കുന്ന നമുക്ക് വിദ്യാഭ്യാസം എന്താണെന്നുള്ളത് നമുക്കറിയാം. ഗുരു എന്ന വാക്കിനർത്ഥം ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന, ഗുരു വെളിച്ചം പകരുന്ന, ഇരുട്ടിനെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെളിച്ചം കൊടുക്കണം. നമ്മൾ വിദ്യ അഭ്യസിക്കുക. അപ്പോൾ നമുക്കറിയാം പണ്ട് മുതലുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം. പണ്ട് പുരാതന കാലം തൊട്ട്, കാരണം അക്ഷരാഭ്യാസങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനൊക്കെ മുമ്പ് തൊട്ട് തന്നെ ഒരു ചതുരാശ്രമങ്ങളിലൂടെ കടന്നുപോയ ഒരു പാരമ്പര്യമാണ് ഭാരതത്തിൻ്റെ പാരമ്പര്യം. ഞാൻ പറയും ചതുരാശ്രമം എന്ന് പറയുന്നത്. ഒന്ന് ബ്രഹ്മചരി ആശ്രമം എന്ന് പറയും. ബ്രഹ്മചരി ആശ്രമം എന്ന് പറയുമ്പോൾ എന്താണ് ബ്രഹ്മചരി എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റ വാക്ക് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? നമ്മൾ ചിന്തിക്കുന്നതാണ് ബ്രഹ്മചാരിയായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വിവാഹിതനല്ലാതെ ജീവിക്കാമെന്നുള്ള അർത്ഥം നമ്മൾ കാണുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു വലിയ അർത്ഥമുണ്ടായി. ബ്രഹ്മത്തിൽ ചരിക്കുന്ന, ബ്രഹ്മത്തെ അറിയുന്ന, ബ്രഹ്മത്തെ ജ്ഞാനി എന്നാണ്. യോഗത്തിൽ ഫസ്റ്റ് ലെവൽ അബാക്കസ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും നൽകി. തുടർന്ന് അബാക്കസ് ഡെമോൺസ്ട്രേഷനും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പേരൻസിൻ്റെയും കുട്ടികളുടെയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഇവിടെ വന്നുള്ള ട്രെയിനിങ്ങും ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുന്ന കുട്ടികൾക്കാണ് ഇതിൻ്റെ അകത്തൊരു നേട്ടം കൈവരിക്കാനായിട്ട്
മീൻസ് ലൈഫ് ചിട്ടയോടുകൂടി ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യേണ്ട പണി ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഇടവെട്ടി ഗവൺമെന്റ് LP സ്കൂൾ വാർഷികം ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ നൌഷാദ് എൻഡോമെന്റ് വിതരണം ചെയ്തു. ഇടവെട്ടി ഗവൺമെന്റ് LP സ്കൂൾ വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. PTA വൈസ് പ്രസിഡന്റ് മോഹനൻ PN അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ഗ്രാജുവേഷൻ സെറിമണി, എൻഡോമെന്റ് വിതരണം, കുട്ടികളുടെ കലാപരിപാടികൾ തുടങ്ങിയവ ഉണ്ടായിരുന്നു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ ഒത്തിരി പ്രതീക്ഷകളോട് കൂടിയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത്. ഒരു കുട്ടി ജനിച്ച 3 മാസം വരെ അവൾ അമ്മയുടെ മടിത്തട്ടിൽ ഇരുന്നിട്ട് വീണ്ടും സ്കൂളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ അവസരത്തിൽ ഒത്തിരി പ്രതീക്ഷകളോട് കൂടിയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത്. എല്ലാ കാരണവന്മാരും സ്കൂളിലേക്ക് വിടുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ 10ാം ക്ലാസ് ഫുൾ A+ കിട്ടുക എന്ന ഒരു ചിന്ത കുഞ്ഞിനെ സ്റ്റുഡൻസ് മോട്ടിവേറ്ററും സിംഗറുമായ ഫാത്തിമ മൊയ്തീൻ മുഖ്യാതിഥിയായി എത്തി. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ നൌഷാദ് എൻഡോമെന്റ് വിതരണം ചെയ്തു. ഗ്രാജുവേഷൻ സെറിമണി ഇടവെട്ടി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസീസ് ഇലയ്ക്കൽ നിർവഹിച്ചു. ഇടവെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത്തീഫ് മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ HM പൗലോസ് NV റിപ്പോർട്ട് അവതരിപ്പിച്ചു. SSG ചെയർമാൻ സിബി ജോസ്, വൈസ് ചെയർമാൻ സണ്ണി, കമ്മിറ്റി അംഗം സാബു PK, MPTA പ്രസിഡന്റ് അൻഷിത അജ്മൽ, CRC കോർഡിനേറ്റർ അഞ്ജന ബാബു എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. സീനിയർ അസിസ്റ്റന്റ് ഷഹന കരീം സ്വാഗതവും PTA എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് തങ്കപ്പൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടവെട്ടി. തൊടുപുഴ കുമ്പങ്കല്ല് BTM LP സ്കൂളിന്റെ നേതൃത്വത്തിൽ 2024 പഠനോത്സവം സംഘടിപ്പിച്ചു. PTA മെമ്പർ ഷാനവാസ് ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾ തയ്യാറാക്കിയ പഠനോപകരണങ്ങൾ, ചാർട്ടുകൾ, കുട്ടിക്കട, വിവിധ മാസ്കുകൾ, മാഗസിനുകൾ എന്നിവ പ്രദർശിപ്പിച്ചു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഇംഗ്ലീഷ് സ്കിറ്റ് ശ്രദ്ധേയമായി. കുട്ടികൾ നടത്തിയ കുട്ടിക്കടയിൽ നിന്നും നാട്ടുകാർ സാധനങ്ങൾ വാങ്ങി സഹകരിച്ചു. ഓരോ വിദ്യാലയവും അക്കാദമിക മികവിലേക്കെന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ മുദ്രാവാക്യം ഉയർത്തി കുമ്പങ്കല്ല് BTM LP സ്കൂളിന്റെ നേതൃത്വത്തിൽ 2024 പഠനോത്സവം നടത്തി. കുട്ടികൾ തയ്യാറാക്കിയ വിവിധ ഉപകരണങ്ങളുടെ പ്രദർശനം, കലാപരിപാടി, ബോധവൽക്കരണം തുടങ്ങിയവ ഉണ്ടായിരുന്നു. BRCയിലെ അധ്യാപകർ കുട്ടികളുടെ പ്രകടനത്തെ വിലയിരുത്തി. PTA മെമ്പർ ഷാനവാസ് ഉദ്ഘാടനവും നിർവഹിച്ചു. നമുക്കുണ്ടായ അനുഭവങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയും നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ പഠനോത്സവത്തിന് വേണ്ട എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പഠനോത്സവം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. സ്കൂൾ HM ആയിഷ സ്വാഗതം ആശംസിച്ചു. കുട്ടികൾ തയ്യാറാക്കിയ വിവിധ പഠനോപകരണങ്ങൾ, ചാർട്ടുകൾ, കുട്ടിക്കട, വിവിധ മാസ്കുകൾ, മാഗസിനുകൾ എന്നിവയുടെ പ്രദർശനം നടത്തി. തുടർന്ന് ഇംഗ്ലീഷ് കിറ്റ്, ആക്ഷൻ സോങ്, പാചകക്കുറിപ്പുകൾ, ഫസ്റ്റ് എയ്ഡ് ബോക്സിന്റെ ആവശ്യകത, ട്രാഫിക് ലൈറ്റ്സിന്റെ ബോധവൽക്കരണം, ഗണിത ക്വിസുകൾ, പസിൽസ്, ഗാനങ്ങൾ, അറബി ഗാനങ്ങൾ, കഥ, കവിത എന്നിവ അവതരിപ്പിച്ചു. അധ്യാപിക അനിത പഠനോത്സവത്തിന് നേതൃത്വം നൽകി.
കുട്ടികൾ നടത്തിയ കുട്ടിക്കടയിൽ നിന്നും നാട്ടുകാർ സാധനങ്ങൾ വാങ്ങി സഹകരിച്ചു. മാതാപിതാക്കൾ മിഠായി വിതരണം ചെയ്ത് സന്തോഷവും പങ്കിട്ടു. BRCയിലെ അധ്യാപകർ കുട്ടികളുടെ പ്രകടനത്തെ വിലയിരുത്തി. These are reasons smart, intelligent children age 8 to 14 can attend who are interested in orange. I am vegetable. Carrot likes carrot. Thank you. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് സംയുക്ത കർഷക സമിതി നേതൃത്വത്തിൽ മാർച്ച് 11-ന് മൂന്നാർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പോസ്റ്റ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് സംസ്ഥാനത്ത് വീണ്ടും റേഷൻ വിതരണം മുടങ്ങി. ഏതാനും ദിവസങ്ങളായി സംസ്ഥാനത്ത് റേഷൻ വിതരണം തകരാറിലാണ്. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിനെ AICC പ്രഖ്യാപിച്ചു. ഒരിക്കൽ കൂടി തന്നെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്ത പാർട്ടി നേതൃത്വത്തിന് നന്ദി അറിയിക്കുന്നതായി അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തൊടുപുഴ മുനിസിപ്പാലിറ്റി 13-ാം വാർഡ് കൗൺസിലർ സിജി റഷീദിനെതിരെ കോൺഗ്രസ് നടത്തുന്ന വ്യക്തിഹത്യയ്ക്കും അപവാദ പ്രചരണങ്ങൾക്കുമെതിരെ LDF നേതൃത്വത്തിൽ പട്ടയംകാവിലിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. LDF നിയോജക മണ്ഡലം ചെയർമാൻ VR പ്രമോദ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മാധ്യമപ്രവർത്തകനായിരുന്ന KP ഗോപിനാഥന്റെ 16ാമത് അനുസ്മരണവും അവാർഡ് ദാനവും 11-ന് പ്രസ് ക്ലബ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.